നമസ്കാരം. സ്വതന്ത്ര ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഈ അവലോകനത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വെറുമൊരു ചരിത്രമല്ല നോക്കാൻ പോകുന്നത് കേട്ടോ. ഇതൊരു കിടിലൻ കഥയാണ്. സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു വലിയ രാജ്യം അതിന്റെ സമ്പദ് വ്യവസ്ഥയെ ഓരോരോ അധ്യായങ്ങളായി എങ്ങനെ പടുത്തുയർത്തി എന്നതിന്റെ ഒരു ആവേശകരമായ കഥ. വരൂ, നമുക്ക് ആ കഥയിലേക്കൊന്ന് സഞ്ചരിക്കാം. ശരി, നമുക്കിതിലേക്ക് കടക്കാം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. 1950കളാണ് സമയം. കൊളോണിയൽ ഭരണമൊക്കെ കഴിഞ്ഞ് രാജ്യം സ്വതന്ത്രമായതേയുള്ളൂ. ഒരു വലിയ ജനത, പക്ഷേ സമ്പദ്വ്യവസ്ഥയുടെ കാര്യം വട്ടപ്പൂജ്യം. ഈ ഒരു അവസ്ഥയിൽ നിന്ന് രാജ്യത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? അതൊരു ചെറിയ വെല്ലുവിളിയായിരുന്നില്ല, അല്ലേ? ആ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ എന്തു ചെയ്തേനെ? അക്കാലത്തെ നമ്മുടെ ആസൂത്രകർക്ക് ശരിക്കും വലിയ ചില സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഒരുതരം കാൽപ്പനികമായ സ്വപ്നങ്ങൾ എന്നു വേണമെങ്കിൽ പറയാം. അന്ന് ഭക്രാനങ്കൽ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ജവഹർലാൽ നെഹ്റു പറഞ്ഞൊരു കാര്യമുണ്ട്: അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന്. അത്രത്തോളം ഭവ്യതയോടെയും പ്രതീക്ഷയോടെയുമാണ് ആ വലിയ അടിസ്ഥാന സൗകര്യങ്ങളെ അവർ അന്ന് നോക്കിക്കണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ കഥയുടെ ഒന്നാം അധ്യായം. ഒരു പുതിയ രാഷ്ട്രത്തിനായുള്ള സാമ്പത്തിക രൂപരേഖ. ഈ വലിയ കെട്ടിടത്തിന് എങ്ങനെയാണ് ആദ്യത്തെ പ്ലാൻ തയ്യാറാക്കിയതെന്ന് നോക്കാം. ഈ ആസൂത്രണം എന്ന ആശയം പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളച്ചതൊന്നുമല്ല. സ്വാതന്ത്ര്യത്തിനു മുമ്പ് തന്നെ അതിനുള്ള വിത്തുകൾ പാകിയിരുന്നു. 1934-ൽ എം വിശ്വേശ്വരയ്യ തയ്യാറാക്കിയ പ്ലാൻഡ് ഇക്കോണമി, പിന്നീട് 1945-ലെ എൻ റോയിയുടെ പീപ്പിൾസ് പ്ലാൻ, അങ്ങനെ പല ആശയങ്ങൾ. ഒടുവിൽ ഈ ആശയങ്ങളുടെ എല്ലാം ഒരു തുടർച്ചയായിട്ടാണ് 1950-ൽ സോവിയറ്റ് മാതൃകയിൽ നമ്മുടെ ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നത്. ഇനി ഇതിലൊരു വളരെ കൗതുകകരമായ കാര്യമുണ്ട്. 1951-ലെ ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം ഡ്രാഫ്റ്റ് ചെയ്തത് നമ്മുടെ സ്വന്തം മലയാളിയായ KN രാജാണ്. ഹാറോൾഡ് ഡോമർ മാതൃകയിലായിരുന്നു ഈ ആദ്യ പ്ലാൻ. കോടിക്കണക്കിന് വരുന്ന ജനങ്ങളുടെ വിശപ്പകറ്റുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. അതിനായി അവർ കൃഷിക്കും ഭക്രാനങ്കൽ, ഹിരാക്കുഡ് പോലെയുള്ള വൻകിട ജലസേചന പദ്ധതികൾക്കും പൂർണ്ണമായി മുൻഗണന നൽകി. അങ്ങനെ നമ്മൾ കഥയുടെ രണ്ടാം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. വ്യവസായവും കൃഷിയും അടിസ്ഥാനമൊക്കെ ഉറപ്പിച്ച് രാജ്യമൊരു കൗമാരത്തിന്റെ ചുറുചുറുക്കിലേക്ക്, പുതിയ വലിയ സ്വപ്നങ്ങളിലേക്ക് മാറുന്നൊരു സമയമാണിത്. ഈ സമയത്താണ് PC മഹലനോബിസിന്റെ നേതൃത്വത്തിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി വരുന്നത്. ഇവിടെ നമ്മൾ ഗിയർ ഒന്ന് മാറ്റി. പൂർണ്ണമായ ഊന്നൽ വൻകിട വ്യവസായങ്ങൾക്കായി മാറി. രാജ്യത്തെ ഒറ്റ രാത്രി കൊണ്ട് ആധുനികവൽക്കരിക്കണം, അതായിരുന്നു ലക്ഷ്യം. അങ്ങനെയാണ് ഭിലായി, ദുർഗാപൂർ, റൂർക്കേല തുടങ്ങിയ വൻപൻ ഇരുമ്പുറുക്ക വ്യവസായശാലകളൊക്കെ നമ്മുടെ രാജ്യത്ത് ഉയർന്നുവരുന്നത്. പക്ഷെ കഥയാകുമ്പോൾ എപ്പോഴും ഒരുപോലെ മുന്നോട്ടു പോകില്ലല്ലോ. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലം കുറച്ച് പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു. യുദ്ധങ്ങൾ, വരൾച്ച, സമ്പദ്വ്യവസ്ഥ ശരിക്കുമൊന്ന് തളർന്നു. അങ്ങനെ 1966 മുതൽ 3 വർഷത്തേക്ക് പദ്ധതികൾക്ക് അവധി നൽകി പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിക്കേണ്ടി വന്നു. സത്യത്തിൽ ഈ പ്രതിസന്ധികളിൽ നിന്നാണ് രാജ്യമൊരു വലിയ പാഠം ഉൾക്കൊണ്ടതും പിൽക്കാലത്ത് ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കിയ ആ പ്രശസ്തമായ ഹരിത വിപ്ലവത്തിലേക്ക് നമ്മൾ നടന്നു കയറിയതും. അധ്യായം 3: ദാരിദ്ര്യത്തിനെതിരെയുള്ള പോരാട്ടം. ഇതൊരു നിർണായകമായ അധ്യായമാണ്. കാരണം വ്യവസായങ്ങളും കൃഷിയുമൊക്കെ ഒരുപാട് വളർന്നെങ്കിലും ദശലക്ഷക്കണക്കിന് ആളുകൾ അപ്പോഴും ഈ വളർച്ചയുടെ ഗുണം കിട്ടാതെ ദാരിദ്ര്യത്തിൽ തന്നെയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടുതന്നെ 1974-ൽ തുടങ്ങിയ 5ാം പദ്ധതിയുടെ കാലത്ത് രാജ്യം മുഴുവൻ മുഴങ്ങിക്കേട്ടൊരു മുദ്രാവാക്യമുണ്ട്: ഗരീബി ഹട്ടാവോ, അഥവാ ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അതൊരു വലിയ വഴിത്തിരിവായിരുന്നു. അവിടെ വെച്ചാണ് 20 പരിപാടികളിലൂടെ നേരിട്ടുള്ള സാമൂഹിക നീതിയും സാധാരണക്കാരുടെ ഉന്നമനവും നമ്മുടെ ആസൂത്രകർ പ്രധാന ലക്ഷ്യമായി മാറ്റുന്നത്. ഇത് വളരെ വ്യക്തമായി കാണിക്കുന്നത് എന്താണെന്നാൽ അവർ വെറും മുദ്രാവാക്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നില്ല എന്നതാണ്. 6ാം പദ്ധതിയിലും 7ാം പദ്ധതിയിലുമൊക്കെയായി ഇതിന് പരിഹാരമായി നിരവധി പ്രായോഗിക പദ്ധതികൾ നടപ്പിലാക്കി. ഗ്രാമീണ വനിതകളുടെ വികസനത്തിനായുള്ള ഡ്വാക്ര, തൊഴിലുറപ്പ് ലക്ഷ്യമിട്ടുള്ള NREP, RLEGP എന്നിവയെല്ലാം ദാരിദ്ര്യത്തിനെതിരെയുള്ള ആ വലിയ പോരാട്ടത്തിന്റെ ഭാഗമായിരുന്നു. അധ്യായം 4: ആസൂത്രണ കഥയുടെ അവസാന അധ്യായങ്ങൾ. നമ്മൾ കഥയുടെ ആധുനിക കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ് കേട്ടോ. 9 മുതൽ 12 വരെയുള്ള പദ്ധതികൾ ഇന്ത്യയുടെ ആസൂത്രണ ഘടനയെ തന്നെ മാറ്റിയെഴുതുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. 9ാം പദ്ധതിയുടെ ഏറ്റവും കിടിലനായ ഒരു നീക്കം വികേന്ദ്രീകൃത ആസൂത്രണമായിരുന്നു. അതായത് ഡൽഹിയിലിരുന്ന് മുകളിൽ നിന്ന് താഴേക്ക് പദ്ധതികൾ തീരുമാനിക്കുന്നതിന് പകരം ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിങ്ങനെ അധികാരവും തീരുമാനങ്ങളും നേരിട്ട് ജനങ്ങളിലേക്കെത്തി. വികസനം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത് അതാത് പ്രദേശത്തെ ആളുകൾ തന്നെയായി മാറി. ശരിക്കും ഒരു ബോട്ടം അപ്പ് അപ്രോച്ച്. അങ്ങനെ നമ്മൾ അവസാനത്തെ പഞ്ചവത്സര പദ്ധതിയായ 12ാം പദ്ധതിയിലെത്തി നിൽക്കുന്നു. അവിടെ അവർ മുന്നോട്ട് വെച്ച ലക്ഷ്യം എത്രയാണെന്നറിയാമോ? പ്രതിവർഷം 8% സാമ്പത്തിക വളർച്ച.
വളരെ ഉയർന്ന, ഏറെക്കുറെ അത്യാഗ്രഹമെന്നു തന്നെ പറയാവുന്ന അത്രയും വലിയൊരു സാമ്പത്തിക ലക്ഷ്യമായിരുന്നു അത്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, വെറുമൊരു സാമ്പത്തിക വളർച്ച മാത്രമല്ല അവരുദ്ദേശിച്ചത്. അതിവേഗത്തിലുള്ള, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, ഒപ്പം ഏറ്റവും പ്രധാനമായി സുസ്ഥിരമായൊരു വികസനം. വരും തലമുറയെ കൂടി മനസ്സിൽ കണ്ടുകൊണ്ടുള്ള പാരിസ്ഥിതിക സുസ്ഥിരത, വനവിസ്തൃതി കൂട്ടൽ എന്നിങ്ങനെ 25 സുപ്രധാന ലക്ഷ്യങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു. അധ്യായം 5. പുതിയൊരു കാഴ്ചപ്പാടിന്റെ ഉദയം. ഇതൊരു പുതിയ കാലമാണ്. പതിറ്റാണ്ടുകൾ നീണ്ട ഒരു പഴയ വ്യവസ്ഥിതിയുടെ അവസാനവും തികച്ചും പുതിയൊരു സംവിധാനത്തിന്റെ തുടക്കവും. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 2015 ജനുവരി 1-ാം തീയതി ദശാബ്ദങ്ങൾ പഴക്കമുള്ള നമ്മുടെ ആസൂത്രണ കമ്മീഷൻ വഴിമാറുകയും അവിടെ നീതി ആയോഗ് നിലവിൽ വരികയും ചെയ്തു. പഴയ ആ കർശനമായ കേന്ദ്രീകൃത രീതി മാറി. പകരം കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന, സഹകരണ ഫെഡറലിസം എന്ന ആശയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ആധുനിക തിങ്ക് ടാങ്കായി നീതി ആയോഗ് മാറി. 5 വർഷം കൂടുമ്പോഴുള്ള ആ പഴയ പ്ലാനുകളൊക്കെ അവരൊഴിവാക്കി. പകരം വളരെ ഫ്ലെക്സിബിളായിട്ടുള്ള 15 വർഷത്തെ വിഷൻ, 7 വർഷത്തെ സ്ട്രാറ്റജി, പിന്നെ 3 വർഷത്തെ ആക്ഷൻ അജണ്ട എന്നിവ കൊണ്ടുവന്നു. സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ അടൽ ഇന്നൊവേഷൻ മിഷൻ, അതുപോലെ പിന്നോക്കം നിൽക്കുന്ന ജില്ലകളെ മുന്നോട്ട് കൊണ്ടുവരാൻ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സ് പ്രോഗ്രാം, അങ്ങനെ പുതിയ കാലത്തിനനുസരിച്ചുള്ള ഒരുപാട് മാറ്റങ്ങൾ ഇതിലൂടെ നടപ്പിലാക്കി. അങ്ങനെ ദശാബ്ദങ്ങൾ നീണ്ട ഇന്ത്യയുടെ കേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ ആ വലിയ പുസ്തകം ഇവിടെ അടയുകയാണ്. വെറുമൊരു കാർഷിക മേഖലയിൽ നിന്ന് തുടങ്ങി കൂറ്റൻ വ്യവസായങ്ങൾ പടുത്തുയർത്തി പ്രതിസന്ധികളെ അതിജീവിച്ച് ഇന്നീ കാണുന്ന ആധുനിക തിങ്ക് ടാങ്കിലെത്തി നിൽക്കുന്ന ഒരു വിസ്മയകരമായ യാത്ര. അപ്പോൾ ഇനി എന്താണ്? കാലത്തിനൊത്ത് ഈ പുതിയ മാറ്റങ്ങളിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെ ആ അടുത്ത അധ്യായം ആരായിരിക്കും, എങ്ങനെയായിരിക്കും എഴുതാൻ പോകുന്നത്? ആ ഒരു ചിന്ത നിങ്ങൾക്ക് വിട്ടുനിന്നുകൊണ്ട് ഇന്നത്തെ ഈ അവലോകനം നമുക്കിവിടെ നിർത്താം. ഈ യാത്രയിൽ കൂടെയുണ്ടായിരുന്നതിന് വലിയൊരു നന്ദി.